ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര നമ്മൾ വാഗമണിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ ട്രിപ്പ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഏകദേശം ഒരു 2 ദിവസം മുമ്പാണ് നമുക്ക് ഈ ട്രിപ്പ് എഗ്രിമെൻ്റ് ആവുന്നത്. 20 പേരെയും കൊണ്ടാട്ടോ നമ്മളിന്ന് വാഗമൺ പോകുന്നത്. ആൾറെഡി വാഗമണിലൊരു സ്റ്റേ കൂടെ അവർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് രാവിലെ 6 മണിക്കാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞേക്കുന്നത്. നമ്മൾ ഏകദേശം 1 മണിയായപ്പോൾ പിള്ളേർക്ക് വണ്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ സൈറ്റിലേക്ക് വണ്ടി കൊണ്ടുവന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ നമ്മൾ സൈറ്റിലെത്തി. നാവായിക്കുളത്തുനിന്നായിരുന്നു കേട്ടോ ട്രിപ്പ്. നമ്മളങ്ങനെ സൈറ്റിലെത്തി പിള്ളേരൊക്കെ ലഗേജ് കാര്യങ്ങളൊക്കെ കയറ്റി അവർ അവിടെ ഇട്ട് പാട്ട് കാര്യങ്ങൾ കിട്ടും. അവർ ഡാൻസ് കളിച്ചു, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ വെറും 20 പേരെയും കൊണ്ട് ഒരു വാഗമൺ ട്രിപ്പ്. അപ്പോൾ വാഗമണിൽ തലേദിവസമൊക്കെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഈ വാഗമൺ പോകുന്നത്. ഇന്നത്തെ ഈ വാഗമണിൻ്റെ പാക്കേജ് ചെയ്യുന്നത് നമ്മുടെ അനിയൻ പയ്യന്മാരാണ് കേട്ടോ, മിച്ചുവും അതുലും. ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ ഈ പാക്കേജ് ചെയ്യുന്നത്. നേരെ നമ്മൾ പെട്രോൾ പമ്പിലെത്തി ഡീസൽ ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയപ്പോൾ അവിടെ ഇട്ട് പിള്ളേർക്ക് പിന്നെ പാട്ടിടണം. അങ്ങനെ പിന്നെ നമ്മുടെ നെയിം ബോർഡ് കാര്യങ്ങൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു. അവർക്ക് എൻജോയ്മെൻ്റാണ് നമ്മുടെ ഒരു സന്തോഷം കേട്ടോ. വരുന്ന കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കണം. നേരെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ വാഗമണിലോട്ട്. അപ്പോൾ ഇന്ന് ക്യാബിലുള്ളത് എൻ്റെ അനിയനുണ്ട്, അനന്തും ഉണ്ടായിരുന്നു, പിന്നെ റിയാസ്കി ആയിരുന്നു കേട്ടോ നമ്മുടെ ഹോട്ട് സീറ്റിൽ, പിന്നെ ഞാനും ഉണ്ടായിരുന്നു. ഈ സൈഡിൽ ഇരിക്കുന്ന കേട്ടോ അതുൽ. മിച്ചുവിനെ ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ നേരെ നമ്മൾ പ്ലാച്ചേരിയിൽ നിർത്തി. അപ്പോൾ സ്ഥിരം നമ്മൾ പ്ലാച്ചേരി പോകുമ്പോൾ കാണുന്ന ഒരാളാണ് ഈ നായ്ക്കുട്ടൻ. അവന് നമ്മൾ പിന്നെ ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുത്തു. അവൻ അതൊക്കെ കഴിച്ചു. അപ്പം അവൻ എന്നും നമ്മൾ ഈ പോകുന്ന വഴിക്ക് ആ പ്ലാച്ചേരി തന്നെ ഉണ്ടാവും. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളും ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ വാഗമണിലോട്ട് പോവാണ്. അപ്പോൾ ഏകദേശം വരുന്ന വഴിക്ക് അധികം ക്ലൈമറ്റോ കാര്യങ്ങളോ കോടയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. തണുപ്പും കുറവായിരുന്നു. ക്ലൈമറ്റ് പ്രതീക്ഷിച്ചാണ് കേട്ടോ ഞങ്ങളിന്ന് ഈ വാഗമൺ പോകുന്നത് തന്നെ. പിള്ളേരും ഭയങ്കര ക്ലൈമറ്റ് ആഗ്രഹിച്ചാണ് വാഗമൺ തന്നെ ചൂസ് ചെയ്തതും. കാരണം റീൽസ് കാര്യങ്ങളെല്ലാം നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു വാഗമൺ ആ സമയത്ത്. പോകുന്ന വഴിക്ക് ഏകദേശം 2-3 സ്ഥലങ്ങളിൽ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിപ്പോ കാര്യങ്ങളൊന്നും തട്ടാതെ ഞങ്ങൾ വാഗമൺ എത്തി. നമ്മുടെ സ്റ്റേയിലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇടാനുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും ഇല്ലായിരുന്നു. പിന്നെ നേരെ റോഡ് സൈഡിൽ വേണം വണ്ടി പാർക്ക് ചെയ്യാനുള്ളത്. അത് ആദ്യമേ റൂം എടുത്തപ്പോഴേ അവർ പറഞ്ഞൊരു കേസാണ്. അധികം തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടി സേഫായിട്ടൊരു സ്ഥലത്തും പാർക്ക് ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പോയി ആ ചേട്ടൻ്റെ നിന്ന് ഞങ്ങളെല്ലാവരും ഒരു ചായയും മേടിച്ചു കുടിച്ച് നേരെ നമ്മൾ റൂമിലോട്ടാണ് ഇനി പോകുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളും പോയി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ പിള്ളേരെ വിളിച്ചപ്പോഴാണ് അവർ പറയുന്നത് അവർക്കിപ്പോഴൊന്നും സൈറ്റ് സീയിങ്ങിന് പോകണ്ടെന്ന്. അവർക്ക് ഏകദേശം ഉച്ചയാകുമ്പോൾ പോയാൽ മതി എന്നാണ് പിള്ളേർ പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ റെസ്റ്റ് എടുത്തു. നേരെ ഉച്ചയായപ്പോൾ അവരെയും കൊണ്ട് നേരെ നമ്മൾ ആദ്യം പോയത് പൈൻ ഫോറസ്റ്റിലായിട്ടോ. കാരണം പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തുനിന്നായിരുന്നു അവർക്ക് ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൈൻ ഫോറസ്റ്റിലും അധികം ബസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ട്രാവലർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ ഫാമിലി ട്രിപ്പുകളായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. വലിയ ട്രിപ്പുകൾ മൊത്തം കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളും വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഞങ്ങളും പൈൻ ഫോറസ്റ്റിലോട്ട് പോയി കേട്ടോ. അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. ക്ലൈമറ്റ് ഒട്ടുമില്ലായിരുന്നു. ഞങ്ങൾ ക്ലൈമറ്റ് പ്രതീക്ഷിച്ചു പോയി, ഞങ്ങൾക്ക് ക്ലൈമറ്റേ കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾ വന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, തലേ ദിവസം കിട്ടിയ ക്ലൈമറ്റ് പോലും അന്നത്തെ ദിവസം ഇല്ലായിരുന്നു. ഒരു മഴ പോലും ഇല്ലായിരുന്നു കേട്ടോ. വന്ന പിള്ളേരെയും ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ടിട്ട് ഞങ്ങളും പൈൻ ഫോറസ്റ്റിലോട്ട് പോയി. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് തിരക്കുണ്ടെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. എപ്പോഴും തിരക്കില്ലാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അത്യാവശ്യം ആൾക്കാർ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം പൈൻ ഫോറസ്റ്റിൽ നിന്ന് പോയി ലഞ്ചും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് ഇനി അഡ്വഞ്ചർ പാർക്കിലാണ് കേട്ടോ. അഡ്വഞ്ചർ പാർക്കിലും അത്യാവശ്യം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജും 2-3 കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടേക്കായിരുന്നേ. അപ്പോൾ പിള്ളേർക്ക് അതിലൊന്നും കയറാനും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മെഡോസിലാണ് കേട്ടോ പോയത്. മെഡോസിലും പോയിട്ട് കുറച്ച് നേരം കാറ്റും കൊണ്ടിരുന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്കന്ന് സ്റ്റേ ആയിരുന്നു കേട്ടോ.
എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഏകദേശം 6 മണി തൊട്ട് ഞങ്ങളെടുത്തു. ആ ടൈമിലും ക്ലൈമറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിള്ളേരെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഓരോ ബസ്സുകൾ ഇങ്ങനെ വാഗമൺ കയറി പോകുന്നുമുണ്ട്. പെട്ടെന്നാണ് എങ്ങും ഇല്ലാത്തൊരു മഴ കിട്ടിയത്. നല്ല രീതിയിലുള്ള മഴ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെ കൊണ്ട് ഇറക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നേ. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോസ് പെട്ടെന്ന് കിട്ടുവാൻ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ഗോകുൽ.